ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളം സിനിമകൾ കൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഉറങ്ങിക്കിടക്കുന്ന തിയേറ്ററുകളെ ഉണർത്താനായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ JSK. നാളെ സുരേഷ് ഗോപി നായകനെത്തുന്ന ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, ശ്രുതി രാമചന്ദ്രൻ, ദിവ്യ പിള്ള, മാധവ് സുരേഷ് തുടങ്ങിയ മികച്ചൊരു താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് JSK. സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്ന് രാവിലെ 10 മണിയോടെ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിലവിലെ സിനിമയുടെ ബുക്കിംഗ് ട്രെൻഡ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ഇനിയും സിനിമയ്ക്ക് ബുക്ക് മൈ ഷോയിലെ ട്രെൻഡിലേക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു സുരേഷ് ഗോപി സിനിമ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ വിവാദത്തിനെല്ലാം തന്നെ ശേഷം എത്തുന്ന സിനിമ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബുക്കിംഗ് എല്ലാം തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ നിലവിൽ നല്ലൊരു ബുക്കിങ്ങിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് റിലീസിന് മുൻപുള്ള ഈ സമയത്ത് ആയിട്ടില്ല. എന്തായാലും നാളെ സിനിമയുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് കാത്തിരിക്കാം. ഇതിനിടയിൽ ഇന്ന് വന്ന മറ്റൊരു റിപ്പോർട്ട് എന്തെന്നാൽ നാളെ രാവിലെ 10 മണിക്ക് തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമ കാണാനായിട്ട് എത്തുമെന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരിക്കാം JSKയുടെ ആദ്യ പ്രതികരണങ്ങൾക്കായിട്ട്. കഴിഞ്ഞ വർഷം ജൂലൈ 12-നായിരുന്നല്ലോ കമലഹാസൻ നായകനെത്തിയ ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഒരു വർഷം പിന്നിടുകയാണ്. കങ്കുവ കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിലെ തമിഴ് സിനിമകളിലെ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയ ഇന്ത്യൻ 2 തിയേറ്ററിലാണെങ്കിലും OTTയിലാണെങ്കിലും മോശം അഭിപ്രായങ്ങൾ എന്നതിലുപരി ട്രോളുകളെല്ലാം തന്നെ നേടിക്കൂട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യൻ 2വിനോടൊപ്പം തന്നെയായിരുന്നു ഇന്ത്യൻ 3 എന്ന സിനിമയുടെ ഒരു ഭൂരിഭാഗം രംഗങ്ങളുടെ ഷൂട്ട് നടന്നത്. ഇന്ത്യൻ 2 റിലീസിന് ശേഷമാണ് ഇന്ത്യൻ 3യുടെ ബാക്കിയുള്ള വളരെ കുറച്ച് രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് നേരത്തെ ശങ്കർ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്തതെങ്കിൽ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ സാമ്പത്തിക അവസ്ഥ പ്രശ്നങ്ങളെല്ലാം തന്നെ കാരണം ബാക്കി ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കാനാവാത്ത അവസ്ഥയിലേക്ക് സിനിമയുടെ പ്രൊഡക്ഷൻ അവസാനം പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ലൈക്കയുടെ അവസാനത്തെ വൻ പരാജയമായി മാറിയ വേട്ടയ്യൻ എന്ന സിനിമയിലെ നായകൻ കൂടി രജനീകാന്ത്. തലവരുടെ ഇടപെടലിനെ തുടർന്ന് കമലഹാസനും ശങ്കറും ഇനി പ്രതിഫലമില്ലാതെ സിനിമ പൂർത്തീകരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ഇനി ഒരു മാസത്തിൽ താഴെയുള്ള ഷൂട്ട് മാത്രമേ ഇന്ത്യൻ 3യുടേതായിട്ട് ബാക്കിയുള്ളൂ. അതിൽ ഗാനരംഗം അതോടൊപ്പം തന്നെ കുറച്ച് സീൻസ് എല്ലാം മാത്രം ഉൾപ്പെടുന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. എല്ലാം ഒത്തുവന്നാൽ ഈ വർഷം അവസാനത്തോടെ ഇന്ത്യൻ 3 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾക്ക്.